ഇടി വെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണ പരുവത്തിൽ ഒരു മെക്സിക്കൻ ടൈം ലൂപ്പ് പടം. അതാണ് മോനെ 2014 പുറത്തിറങ്ങിയ എൽ ഇൻസിഡന്റ് അഥവാ ദി ഇൻസിഡന്റ്. ടൈം ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ആവുന്നില്ല. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. പക്ഷേ ഇതിന്റെ തല എവിടെ നിന്നാണോ മൂഡ് എങ്ങോട്ടാ പോകുന്നതെന്നോ നമുക്ക് വലിയ പിടിയൊന്നും തരത്തില്ല. ആ ഒരു ഹ്യൂമൻ സൈക്കോളജിയെ ഇവർ ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂസിങ് സാധനം ആയതുകൊണ്ട് ഇതിനൊരു എൻഡിങ് എക്സ്പ്ലനേഷനും ടൈം ലൈനും ക്യാരക്ടേഴ്സും അതിനെ പറഞ്ഞ അല്ലി വലിയ പരിപാടിയെല്ലാം ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഐറ്റങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി ആരാ എന്താന്നൊക്കെ. സോ ഐസക് എസ്ബാൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ ഞാൻ ഇതിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. തുടർന്ന് പുള്ളിയുടെ വേറെ പടങ്ങൾ കണ്ടു, ദി സിമിലേഴ്സ്, അതേപോലെ പാരലൽ, എല്ലാം ഇതേപോലെ തന്നെ ഏകദേശം പിരിവിട്ട ഐറ്റങ്ങളാണ്. പ്ലോട്ടിനെ പറ്റി എന്ത് പറഞ്ഞാലും അത് സ്പോയിൽ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നേരെ പടത്തിലോട്ട്. ദിസ് ഇസ് ഇൻ മസ്റ്റലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ദി ഇൻസിഡന്റ്. പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു എസ്കലേറ്റർ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നത്. ആ എസ്കലേറ്ററിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു. വയസ്സായിട്ടുള്ള ഭയങ്കര വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ. അവരിട്ടിരിക്കുന്ന ഒരു കല്യാണത്തിന് കിടന്ന കൂട്ടി ഒരു വെഡിങ് ഡ്രസ്സാണ്. അതിൻ്റെ ഒപ്പം കയ്യിൽ ഭദ്രമായിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് പുള്ളിക്കാരത്തെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ പഴയ കാലമെല്ലാം ഇവരിങ്ങനെ ഓർത്തെടുക്കുക. ഇവരുടെ കല്യാണം കഴിയുന്നു, കല്യാണത്തിന് ശേഷം ഇവർ നല്ല സന്തോഷത്തോടെ തിരിച്ചു വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ കാണുക. അവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ വേറെ ഏതോ ഒരുത്തിനെ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ റൂമിലോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് കാർലോസ്. കാർലോസും റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവന്റെ അനിയനായിട്ടുള്ള ഒലിവർ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. അവൻ ഭയങ്കര വെപ്രാളപ്പെടുന്നുണ്ട്. എടാ നീ എന്തിന് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എന്തിന്റെ പ്രശ്നം? കാശാണോ? അതിന് പ്രശ്നമില്ല, അമ്മ കുറച്ച് കാശ് എൻ്റെ തന്നിട്ടുണ്ട്, ഇനി നീ ടെൻഷൻ അടിക്കണ്ട, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതല്ല കാർലോസ്, എടാ നീ പേടിക്കുന്ന പോലെ ഇനി നമ്മൾ എങ്ങോട്ട് മോഷ്ടിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഒലിവറിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാന്ന് കാർലോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ചേട്ടൻ ഭാവി അനിയൻ ഭാവി ഒന്ന് ഇങ്ങോട്ട് നോക്കി എന്നും പറഞ്ഞ് തോക്കും പിടിച്ച് ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു. സോ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒലിവർ കിടന്ന് ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വന്ന പോലീസുകാരന്റെ പേര് മാർക്കോ എന്നാണ്. സാർ ഇതൊന്ന് തെറ്റിദ്ധാരണ, സാറിന് ആള് മാറിയെന്നൊക്കെ തോന്നുന്നു കാർലോസ്. അപ്പോൾ ഒലിവർ, കാർലോസ് ഞാൻ ഉള്ള സത്യം എല്ലാം പറഞ്ഞടാ, ഇയാൾ നമ്മുടെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞടാ, സാർ ഞങ്ങൾ ഇനി ഒരിക്കലും ചെയ്യില്ല, ഞങ്ങളോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒലിവർ കടന്നും കരഞ്ഞു മൂങ്ങുന്നു. അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഗ്യാപ്പിൽ നമ്മുടെ കാർലോസ് മാർക്കോനെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് യൂസ് ചെയ്ത് ഇറങ്ങാൻ നോക്കുക. ഇവരിപ്പോൾ ഉള്ളത് 9th ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റ് വരാൻ വേണ്ടി കാത്തിക്കാനൊന്നും ഇവരുടെ സമയമില്ല. രണ്ടുപേരും ഭയങ്കര ഓട്ടം താഴോട്ട്. തൊട്ട് പിന്നാലെ തന്നെ തോക്കും പിടിച്ച് നമ്മുടെ മാർക്കോയോ ഉണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ മിണ്ടാതെ സ്റ്റേഷനിൽ വന്നാൽ ഇത് ഇവിടെ തീരും, ഇല്ല നിന്നെ രണ്ടിനെ ഞാൻ ഷൂട്ട് ചെയ്യും. അവന്മാരാണെങ്കിൽ ഇത് വലുതായിട്ട് വകവയ്ക്കുന്നില്ല. എത്ര പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതാണ് അവർ നോക്കുന്നത്. മാർക്കോ ഇവർ രണ്ടുപേരുടെ പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവന് സൈ കേട്ട് അവൻ ഷൂട്ട് ചെയ്തു. അത് നേരെ ചെന്ന് കയറിയത് കാർലോസിന്റെ കാലിലേക്കാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു ശബ്ദം കേൾക്കുന്നു, ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോഷൻ പോലെ. ഇവരുടെ മോളിൽ നിന്നാണെന്ന് മനസ്സിലായി. എവിടുന്ന് ഏതാണെന്നും ഇവർക്ക് അറിയുന്നില്ല, എന്തിൻ്റെയാണോ ഏതിൻ്റെയാണോ ഇവർക്ക് അറിയുന്നില്ല. കാർലോസിനാണെങ്കിൽ ബ്ലഡ് ഒരുപാട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഒലിവർ അവന്റെ ഷർട്ട് ഊരിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇതേ സമയമാണ് അവിടേക്ക് മാർക്കോ മെല്ലെ ഇറങ്ങി വരുന്നത്. ഇത് കാണുന്ന ഇവനാണെങ്കിലോ നീ എന്റെ ചേട്ടനെ ഷൂട്ടുകളാ നായെന്ന് പറഞ്ഞിട്ട് നേരെ മാർക്കോന്റെ നെഞ്ചത്തോട്ട്. അവൻ വെറുതെ ഇരിക്കുവോ ഇല്ല, കയ്യിലുണ്ടായിരുന്ന തോക്ക് നേരെ അവന്റെ വായിലോട്ട് നീട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ട് പോത്തിയിട്ടിരുന്നത് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ചേട്ടന്റെ കാലിലിറങ്ങിയത് നിന്റെ അണ്ണാക്കെ കീറിയിട്ട് ഞാൻ മിണ്ടാണ്ട് പൊടി നെട്ടിപ്പോവും. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ചെറുക്കൻ ഹാപ്പിയാ. ചേട്ടനെ പൊക്കി ഇവർ 3 പേരും കൂടെ ഒരു സ്റ്റെയർ ഇറങ്ങി പൊക്കൊണ്ടിരിക്കുക. ചേട്ടനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ഒലിവർ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലും കുഴപ്പമൊന്നുമില്ല, സ്റ്റേഷനിൽ പോവുക, അവർ കുറച്ച് മരുന്ന് വെച്ച് തരും, അത്രയ്ക്കുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാർക്കോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ സ്റ്റെയർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മാർക്കോയ്ക്ക് കഴുത്തിന്റെ അവിടെ എന്തോ ചൊറിയുന്ന പോലെ തോന്നുന്നത്. ഇവനും ആ ഒരു ഷർട്ടിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് എന്താണെന്ന് നോക്കുന്ന സമയത്ത് മുടി അത് എവിടുന്നാ വന്നതെന്ന് ഇവനും അറിയുന്നില്ല. ഇവൻ വിചാരിക്കുന്ന അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിന്ന് വല്ലതും വീണതായിരിക്കുമെന്ന്. നീക വീട്ടിൽ തന്നെയാണോ അതത് വല്ല വേസ്റ്റ് ആണോ എന്നും ചോദിച്ചു ഇവർ 3 പേരും താഴോട്ട് മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവർ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുക. ബട്ട് സർപ്രൈസിംഗ്ലി അവിടെ ഗ്രൗണ്ട് ഫ്ലോർ അല്ല, വീണ്ടും കുറെ സ്റ്റെയർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവർ 3 പേർക്കും ഒരു ഐഡിയ ഇല്ല. ശരി എന്തായാലും ഇറങ്ങാം, ഫ്ലോറിന്റെ നമ്പർ ഇട്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവർ താഴോട്ട് ഇറങ്ങുന്നു. താഴോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും 9ാമത്തെ നിലയെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നു. ഇവൻ ഫ്ലോറിന്റെ പേര് കൊടുത്തേക്കുന്ന തെറ്റി എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞു. ആഞ്ഞു പിടിച്ചാലും 1-2 സ്റ്റെയർ മാത്രമേ ഇനി ഇറങ്ങാൻ ബാക്കി ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ഇവർ ആ ഒരു താഴോട്ട് നോക്കുന്ന സമയത്ത് ഏകപ്പെട്ട സ്റ്റെയർ താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ശരിക്കും 9th ഫ്ലോറിൽ നിന്ന് താഴോട്ട് പോകുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ കാണിക്കുക. താഴെ മാത്രമല്ല മുകളിലോട്ടും ഇതേപോലെ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക സ്റ്റെയർസ്. ഇത് കാണുന്ന 3 പേർക്കും ഒരു പിടി കിട്ടുന്നില്ല. ഓരോ സ്റ്റെയർ എൻട്രൻസിൽ ഓരോ ഡോർ ഉണ്ടാവുമല്ലോ, ആ ഡോർ തുറന്ന് പോകാൻ നോക്കുമ്പോൾ അതും പറ്റുന്നില്ല. എവിടെ അടച്ചിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേർക്കും അറിയുന്നില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിർത്തിയിട്ട് മാർക്കോ മാത്രം ആ ഒരു സ്റ്റെയർ ഇറങ്ങി താഴോട്ട് നോക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഇവന് ഓരോ ഫ്ലോറായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. 8, 6, 4, 3, 2, 1 എന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് ഫ്ലോർ എത്തി. ഇനി ഒറ്റ ഫ്ലോറേ ഉള്ളൂ എന്നും പറയുമ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്നാണ്ട് ഒലിവറും കാർലോസും നിൽക്കുന്നു. ഇവർ രണ്ടുപേരും 9th ഫ്ലോറിൽ നിർത്തിയിട്ടാണ് നമ്മുടെ മാർക്കോ മാത്രം ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നത്. ഇപ്പം സ്റ്റെപ്പിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയ ആള് ദാണ്ട മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇത് കണ്ട് ഇവർ
3 പേരും ഷോക്ക് ആവുക. ഇല്ലത് ശരിയാവില്ല എന്നും പറഞ്ഞ മാർക്കോ വീണ്ടും ആ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറുക. ഇതേസമയം ഒലിവർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ ആഞ്ഞു ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഇങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ഇവർ രണ്ടുപേരും നിന്നോണ്ടിരിക്കുന്ന അതേസമയം മുകളിലോട്ട് നോക്കാൻ വേണ്ടി കയറിപ്പോയെന്നോടെ മാർക്കോ ഇപ്പൊ തന്റെ അടിയിൽ നിന്ന് കയറി വരുന്നു. നീയൊക്കെ എന്താടാ ചെയ്തത്, എനിക്ക് വല്ല ഡ്രഗ്സ് തന്നോ, എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ തോക്ക് കൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നു. മാർക്കോയെ പോലെ തന്നെ ഇവർ രണ്ടുപേരും അറിയുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ മാർക്കോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ നേരെ ആ ഒരു സ്റ്റെയർ കേസിന്റെ നടുവുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിക്ക് ഇവിടെ നിലത്തോട്ടിടുന്നു. ഇട്ട് കുറച്ച് കഴിഞ്ഞതും അപ്പോൾ ഇതിലൂടെ തന്നെ ഇവരൊരു ലൂപ്പിൽ പെട്ടു എന്ന് പറയുന്നൊരു കാര്യം ഇവർക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ അത് ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് അവിടെ റേഞ്ചും ഇല്ല. ഒലിവർ അവിടെ നിന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. ഇതിനെല്ലാം കാരണം നമ്മൾ മുമ്പേ കേട്ട ഒരു എക്സ്പ്ലോഷൻ ആണെന്ന് കാർലോസ് പറയുന്നു. ബട്ട് നമ്മുടെ കാർലോസിന്റെ അവസ്ഥ കുറച്ച് മോശമാണ്. കാരണം അവന്റെ കാലിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്, ബ്ലഡ് പൊക്കോണ്ടേയിരിക്കുന്നു. സോ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. ഞാൻ തന്നെ ഒരു ബുള്ളറ്റ് എടുത്താലോ എന്ന് പറഞ്ഞ ഒലിവർ ചോദിക്കുമ്പോൾ ഇല്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഇൻഫെക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം, ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളമുണ്ട്, നീ പോയി എടുത്തിട്ട് വാ എന്നും പറഞ്ഞു ഒലിവറിനെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു വെൻഡിംഗ് മെഷീനിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-4.5 മണിക്കൂർ ആയപ്പോൾ മാർക്കോ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ബുള്ളറ്റ് എടുത്ത ശേഷം ആ ഒരു കാല് നല്ല രീതിയിൽ കെട്ടിവെക്കുന്നു. ദെൻ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെയിൻ കില്ലർ കാർലോസിന് കൊടുത്ത് അവനും അത് കഴിച്ച് മയങ്ങുവാണ്. വീണ്ടും സമയം പോകുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും, മാർക്കോയും ഒലിവറും. എടാ നിന്റെ ചേട്ടനെ ഞാൻ വേണമെന്ന് വെച്ച് ഷൂട്ട് ചെയ്തല്ല, അതെന്തോ കയ്യിൽ നിന്ന് പോയത്. നിനക്കൊരു കാര്യം അറിയും, എന്റെ വെഡിങ് ആനിവേഴ്സറിയാ, എനിക്ക് 3 പിള്ളേരുണ്ട്, ഞാൻ ഇനി അവരെ എങ്ങനെ കാണും? എടോ താൻ കാരണം എന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയ തന്റെ കുടുംബത്തെ ഞാൻ തന്നെ തേടി വന്ന് കൊല്ലും, അതുകൊണ്ട് എന്റെ ചേട്ടനൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഒലിവർ ചെറുതായിട്ടൊന്നും പേടിപ്പിക്കുന്നുണ്ട്. ദെൻ മാർക്കോ പേഴ്സ് പോക്കറ്റ് വെക്കുന്ന സമയത്ത് അവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം താഴെ വീഴുന്നുണ്ട്. ഈ ചീട്ട് നമ്മുടെ കാർഡ്സ്, അതിന്റെ മിനിയേച്ചർ വേർഷൻ, ഒരു മിനിയേച്ചർ കാർഡ്സ് ആണ് വീണേക്കുന്നത്. ഇത് ഇവന്റെ അല്ല, എങ്ങനെ ഇവന്റെ പോക്കറ്റ് വന്നതെന്ന് പിന്നെ അറിയത്തുമില്ല. ആശാൻ വലുതായിട്ടൊന്നും നോക്കിയില്ല, അതങ്ങ് കീറിക്കളഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾ പോവുകയാണ്. ഇവർ മുമ്പ് പറഞ്ഞ ഒരു വെൻഡിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം മാത്രമല്ല കുറച്ച് ഫുഡും ഉണ്ട്. അപ്പൊ അതും കഴിച്ച് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒലിവർ ഇറങ്ങിയപ്പോൾ അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു റെഡ് കളർ ബാഗ്. അതിനകത്ത് ഒരു ആപ്പിളും ഒരു ബുക്കും 2 പേനയും കുറച്ച് കാശും മ്യൂസിക് പ്ലെയറും ഹെഡ്ഫോൺ എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ഉപയോഗപ്പെടുന്ന ഒരു സാധനം അതിന്റെ ഇല്ലതാനും. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. അപ്പൊ കാർലോസ് കണ്ണു ഓർക്കുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് പറഞ്ഞ് ഒലിവർ ചോദിക്കുമ്പോൾ ഇല്ലടാ എനിക്ക് തീരെ പറ്റുന്നില്ല, ഞാൻ ഇനി അധികം നേരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയേണ്ട താമസം അവൻ പോയി. കാർലോസ് ഇവന്റെ മടി കിടന്ന് തന്നെ മരിക്കുകയാണ്. ഇവന്റെ കരച്ചിൽ കേട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന മാർക്കോ കണ്ടത് അതിനേക്കാളും ഞെട്ടിക്കുന്ന വേറൊരു കാര്യം. അവിടെ ഒരു വെൻഡിംഗ് മെഷീൻ ഉണ്ടായിരുന്നല്ലോ, അത് പൊട്ടിച്ചിട്ടാണല്ലോ വെള്ളവും ഇവർ ഫുഡൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും ഓൾമോസ്റ്റ് ഇവർ കഴിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് നോക്കുമ്പോൾ എല്ലാം പഴയ പോലെ തന്നെ, പുതിയ ഫ്രഷ് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ മാർക്കോന്റെ കംപ്ലീറ്റ് കൺട്രോളും കയ്യിൽ നിന്ന് പോയി. അവന് ദേഷ്യം വന്ന് അത് എടുത്ത് പൊട്ടിക്കാനൊക്കെ നോക്കുന്നു. ഇതേ സമയം ചേട്ടൻ മരിച്ച ദേഷ്യത്തിൽ നമ്മുടെ ഒലിവർ ഒന്നും നോക്കില്ല, നേരെ അവന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന തോക്കെടുത്തിട്ട് അവന്റെ നേരെ തന്നെ ചൂണ്ടുന്നു. ഒലിവർ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി, ഇതൊന്നും സത്യമല്ല, ഇത് നമ്മൾ എന്തൊരു സ്വപ്നമാണത്. സ്വപ്നമാണെങ്കിൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്താൽ നീ പുറക്കത്തിൽ നിന്ന് എഴുന്നേക്കില്ലേ, നമുക്ക് നോക്കാം. ഒലിവർ നീ കറക്റ്റായിട്ടല്ല ചിന്തിക്കുന്നത്. ഇത് തന്നെയല്ല എന്റെ ചേട്ടനെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ താനും പറഞ്ഞത്, ഞാൻ കറക്റ്റായിട്ട് ചിന്തിച്ചില്ല, അറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി ഇതും എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയും തന്നെ നമ്മൾ കണ്ടത് ആദ്യത്തെ കഥ. ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ കഥയാണ്. ഇനി അങ്ങോട്ടാണ് ഈ ഒരു പടം ഇതിനേക്കാളും ഇനി ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടി പോകുന്നത്. സോ ശ്രദ്ധിച്ചിരുന്നു. വേറെ ഏതൊരു സ്ഥലത്തുള്ള ഒരു ഫാമിലി കാണിക്കുന്നു. അവിടെ ഒരു പയ്യനുണ്ട്, അവൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തായിട്ട് കട്ടിലയിൽ ഇരുന്നിട്ട് അച്ഛനും മോളും കാർഡ്സ് വെച്ച് ചീട്ട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനെന്ന് പറയുമ്പോൾ ശരിക്കും അച്ഛനല്ല, സ്റ്റെപ്പ് ഫാദർ ആണ്. ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ടോ, പെൺകുട്ടിയുടെ പേര് കമീലിറ്റ, ആൻഡ് ആൺകുട്ടിയുടെ പേര് ഡാനിയൽ. ഡാനിയലിനെ സംബന്ധിച്ച് ഇവന്റെ അച്ഛനെ ഡൈവോഴ്സ് ചെയ്തിട്ട് അമ്മ ഇയാളെ കല്യാണം കഴിച്ചതിൽ ഇവന് തീരെ താല്പര്യമില്ല, ഇവന് തീരെ ഇഷ്ടമല്ല റോബോട്ടോനെ. അപ്പൊ ഈ ഒരു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ബീച്ചിലോട്ട്. ഇവരുടെ ശരിക്കുള്ള അച്ഛന്റെ സ്ഥലത്തിലോട്ടാണ് ഇവർ ചെല്ലുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഡാനിയിലുള്ളത്. പക്ഷെ റോബോട്ട് ആണെങ്കിൽ ഇവൻ വളർത്തുന്ന ഒരു എലിയുണ്ട്, ഹാംസ്റ്റർ, അതിനെ കൊണ്ടുവരണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയും പറയുന്നുണ്ട് ഇതിനെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി, കൊണ്ടുവരണ്ടെന്ന്. പക്ഷെ ചെറുക്കൻ ഒരേ വാശി അതിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കട്ടിലടിയിലുള്ള ഒരു പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു തീപ്പെട്ടി പോലെ സാധനം എടുക്കുന്നു. അതിനകത്ത് ആ ഒരു മിനിയേച്ചർ കാർഡ്സുകളായിരുന്നു, അതായത് ചെറിയ ചീട്ടുകൾ. ഇതേ കാർഡ് തന്നെയാണ് കഴിഞ്ഞ കഥയിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഞാൻ മെല്ലെ വരാം അതിലേക്ക്. അങ്ങനെ ഇവരെല്ലാവരും റെഡി ആവുന്നുണ്ട്. അതിൽ നമ്മുടെ ഡാനിയലിന്റെ അനിയത്തി ഉണ്ടല്ലോ, കമീലിറ്റ, അവൾക്ക് ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, ആസ്മയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ ഒരു ഇൻഹേലർ ഉണ്ടാവും. പക്ഷെ ഒരു ബാക്കപ്പിന്റെ കയ്യിൽ ഒന്നുകൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഡാനിയൽ നീ ചെന്ന ഒരു ഇൻഹേലർ എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അവനും അത് എടുക്കാൻ വേണ്ടി പോകുന്ന അതേ സമയമാണ് അവിടെ ഒരു കോള് വരുന്നത്. അത് വേറെ ആരുമല്ല, ഇവന്റെ സ്വന്തം അച്ഛനായിരുന്നു. അവൻ എടുക്കാൻ വേണ്ടി നേരെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങണം ഭയങ്കര സന്തോഷത്തിൽ. ഇവൻ പഠിച്ച കുറച്ച് മാജിക് ട്രിക്സ് അച്ഛന് കാണിക്കാൻ വേണ്ടിയാണ് അവൻ ആ ഒരു കാർഡ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അവൻ അതും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ദെൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ തോമസ് ഞങ്ങൾ ഒരു 6 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് എത്തും, റോബോട്ട് ആയിരിക്കും വണ്ടി ഓടിക്കുന്നുണ്ടാവുക, സോ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അയാൾ എന്തോ ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇല്ല റോബോട്ട് കുടിച്ചിട്ടില്ല, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അങ്ങനെ മദ്യം തൊട്ടിട്ടില്ല, നിങ്ങൾ ഇനിയും അതി പിടിച്ച് തൂങ്ങാനാണെങ്കിൽ എന്റെ വായിന്ന് വല്ലതും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ ഫോൺ വെച്ചു. അപ്പൊ നമ്മുടെ റോബോട്ട് ഒരു എക്സ് മദ്യപാനിയാണ്. ഓക്കെ, സോ ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് അതിന്റെ സീറ്റിന്റെ അടിയിൽ എന്തോ ഉള്ള ഒരു ഫീൽ വരുന്നു. എന്തായിരിക്കും എന്ന് പറഞ്ഞ് തപ്പി നോക്കിയപ്പോൾ പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു മുള കിട്ടി. മുള അതിന് ചെറിയൊരു കഷ്ണം, പക്ഷെ അത് എവിടുന്ന് എങ്ങനെയാണെന്നൊന്നും ഇവന് അറിയുന്നില്ല. പുള്ളി അത് കാര്യമായിട്ട് എടുത്തില്ല, റോഡിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്ത് പോവാണ്. അങ്ങനെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാനിയലിന് മൂത്രം ഒഴിക്കാൻ മുട്ടി. അമ്മ എനിക്കൊന്ന് ബാത്റൂം പോകണം, എടാ ഒരു 5 കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരൊരു പെട്രോൾ പമ്പിൽ എത്തുകയാണ്. അമ്മയും
മോനും കൂടെ ഈ ബാത്റൂമിൽ പോകുന്നു. ഇദ്ദേഹം മോളും ആ ഒരു കാറിന്റെ അവിടെ നിൽക്കുക. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സ്റ്റോറിൽ നിന്ന് ഇദ്ദേഹം ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക. മോൾക്ക് ജ്യൂസ് വേണോ? പേരക്ക ജ്യൂസ് കുറച്ച് കുടിക്കുന്നോ? ഇല്ല എനിക്ക് വേണ്ട, എനിക്ക് അലർജി ഉള്ളതല്ലേ. കുറച്ച് കുടിക്കുന്ന ഇത് പേരക്കയുടെ അല്ലേ, കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്തിട്ട് കൊച്ചും കുറച്ച് ആ ഒരു ജ്യൂസ് കുടിക്കുന്നു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൊച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇൻഹേലർ ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് അവളും ബാത്റൂമിലോട്ട് പോകുക. എന്നാൽ കുട്ടിക്ക് ജ്യൂസ് കൊടുത്തു എന്ന് പറയുന്ന കാര്യം അറിഞ്ഞപ്പോൾ അമ്മ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് ചൂടാവുന്നത്? പേരക്ക ജ്യൂസ് അല്ലേ. പേരക്ക ഫോട്ടോ നോക്കിയാൽ പോരാ, ബാക്കിലും കൂടെ നോക്കണം. ഇതിലവർ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്, കൊച്ചിനത് അലർജി അല്ലേ. നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യപ്പെട്ട് വണ്ടി കയറുന്നു. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല. മോളതിന്റെ ഇൻഹേലർ എവിടെ എന്ന് പറഞ്ഞ് കൊച്ചിന്റെ ബാഗ് ഇവിടെ നോക്കുന്ന സമയത്താണ് അവളുടെ കയ്യിലല്ല എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റോബോട്ട് എടുക്കുന്നത്. ഇയാളത് എടുത്ത സമയത്ത് പോക്കറ്റിൽ നിന്ന് അറിയാതെ താഴെ വീണ് അതിൽ കയറി അയാൾ ചവിട്ടി അത് പൊട്ടുകയും ചെയ്യുന്നു. റോബോട്ട് നിങ്ങൾ ഡാനിൽ നിന്റെ ഉള്ള സ്പെയറിങ് എടുത്തേ. അയ്യോ അമ്മ സോറി, ഞാൻ ഇത് എടുത്തില്ല, മറന്നുപോയി. അച്ഛൻ കോൾ ചെയ്തപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ചത് വിട്ടുപോയി. എല്ലാവരും കേൾക്കാം, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ചൂടാവുന്നു. ശരി പേടിക്കണ്ട, തൊട്ട് ബാക്കിൽ ഞാൻ ഒരു പമ്പ് കണ്ടായിരുന്നു, നമുക്ക് അവിടെ പോയി നോക്കാം, അവിടെ വല്ലതും കിട്ടുമെന്ന്. അങ്ങനെ ഇവർ വണ്ടി എടുത്ത് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആദ്യത്തെ കഥയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വലിയൊരു എക്സ്പ്ലോഷൻ കേൾക്കുന്നു. ഇവർ അവർക്ക് ചുറ്റും എവിടുന്ന് ഏതാന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവർക്കും അത് നോക്കി നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ പമ്പിലോട്ട് വിടുന്നു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ പക്ഷെ ഒറ്റ മനുഷ്യനെ കാണാനില്ല. പമ്പിന്റെ അടുത്തുണ്ടായിരുന്ന ഷോപ്പിൽ കയറി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു. അവർക്കൊരു മെഡിസിൻ കിട്ടാണ്. ഓഫ് കോഴ്സ് നോട്ട് ദി എക്സാക്ട് മെഡിസിൻ ഷീ നീഡ്സ്, ബട്ട് ഒരു ടാബ്ലറ്റ് കിട്ടുന്നു. അത് കൊച്ചിനോട് കഴിക്കാൻ പറഞ്ഞ് ഇവർ മുമ്പോട്ട് പോവുക. കാരണം ഇവർ ആൾറെഡി ഏതാണ്ട് ഒരു പകുതി ദൂരത്തോളം കഴിഞ്ഞു, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഫ്രണ്ടിലോട്ട്. ശരി എന്തായാലും ടൗണിൽ ചെന്നിട്ട് നോക്കാന്ന് പറഞ്ഞ് ഇവർ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുന്നു. പോകുന്നു എന്നല്ലാതെ എവിടെ എത്തുന്ന പോലെ ഇവർക്ക് തോന്നുന്നില്ല. കാരണം ആ റോഡ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. കുറച്ച് മുമ്പ് കണ്ട അതേ പെട്രോൾ പമ്പ് ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നു. പക്ഷെ ഇവർ ആ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് അവിടെ കയറി എന്തെങ്കിലും മെഡിസിൻ കിട്ടുമെന്ന് നോക്കുന്നു. പക്ഷെ അവിടെ ഒന്നും കിട്ടുന്നില്ല. സെയിം കഴിഞ്ഞ പമ്പിൽ ഷോപ്പിൽ നിന്ന് കിട്ടിയ അതേ മെഡിസിനെ ഇവിടെ ഉള്ളൂ. വീണ്ടും ഒരു കാർ കയറി ഡ്രൈവ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. ഇതേപോലെ വീണ്ടും പമ്പ് കാണുന്നു. ഇത് ഇവരെ വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്യുന്നു. കാരണം ഇതിപ്പോൾ കുറേ ആയല്ലോ. അപ്പോൾ ഇവരും മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം മാപ്പിൽ നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പമ്പ് ക്രോസ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പമ്പൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഇത് ഇവിടെ വന്നേന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. ഇവരിപ്പോൾ ഏതാണ്ട് 3-4 പമ്പ് കഴിഞ്ഞു. ആ എല്ലാ പമ്പും കാണാൻ ഒരേപോലെയുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് റോഡിന്റെ സൈഡിൽ വെച്ചിരുന്ന സൈൻ ബോർഡിൽ പോലും ഒരു മാറ്റമില്ല. സെയിം സാധനമാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇക്കാര്യം റോബോട്ടൊക്കെ മനസ്സിലാവുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ലൂപ്പിലാണ്. ഈ റോഡ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന അതേ എക്സാക്ട് സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. റോബോട്ട് എനിക്ക് ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും അറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി തിരിക്കുന്നു. ബട്ട് വണ്ടി തിരിച്ചു പോയെന്ന് പറഞ്ഞാലും ഇവർ അതേ സ്ഥലത്തിലോട്ടാണ് വീണ്ടും വരുന്നത്. കൊച്ചിന് ശ്വാസം കറക്റ്റായിട്ട് വലിക്കാൻ പറ്റാതെ അത് ഭയങ്കര ബുദ്ധിമുട്ടുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് തീരെ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നല്ല വായു കിട്ടാന്ന് പറഞ്ഞ് ഇവർ ആ ഒരു കൊച്ചിനെ കാറിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. മോളെ പേടിക്കണം, നമ്മളിപ്പോൾ എത്തും, പേടിക്കാൻ കേട്ടോ, എൻ്റെ തെറ്റാ, ഞാൻ അയാളെ വിശ്വസിച്ചു പോയെന്ന് പറഞ്ഞ് നമ്മുടെ റോബോട്ടിനെ കുറ്റം പറയുന്നു. ഇദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്തോ ഇയാൾ കൊണ്ട് ലൂപ്പിൽ കൊണ്ട് ഇട്ട പോലെ ആ ഒരു റോട്ടിൽ നിന്ന് അവർക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. വീണ്ടും ഒരു ഡ്രൈവ് ചെയ്ത് പോവാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇവരുടെ വാച്ചിൽ രാത്രി 9 ആയിട്ടും അവിടെ വെളിച്ചത്തിന് ഒരു കുറവുമില്ല. ഏതാണ്ട് ആ ഒരു വൈകുന്നേരം 3 മണി 4 മണിയുടെ ആ ഒരു കാലാവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ കൊച്ചുമെല്ലാം മയങ്ങിപ്പോകുന്നു. കുറച്ച് കഴിഞ്ഞ് വണ്ടി നിർത്തി റോബോട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു സൈൻ ബോർഡ് കാണാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? നമ്മൾ ഈ റോട്ടിൽ കൂടെ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ ഞാൻ തിരിച്ചു തരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ആ വഴി ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് റോബോട്ട് മാത്രം ആ ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് നടന്നു പോകുന്നു. അദ്ദേഹം പോകുന്നു, തിരിച്ചു വരുന്നില്ല. സമയവും പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 കഴിയുന്നു. വാച്ചിൽ മാത്രം. ഓഫ് കോഴ്സ് ഇനി അയാളെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി കാർ എടുത്ത് പോകാൻ തീരുമാനിക്കുന്നു. ഇത് കാണുന്ന ഡാനിയലും ദേഷ്യം വരുന്നു. അമ്മ എന്ത് ഈ ചെയ്യുന്നത്? റോബോട്ട് വരട്ടെ. എങ്ങോട്ടെന്ന് പറഞ്ഞാൽ അമ്മ ഈ പോകുന്നു. അമ്മയ്ക്ക് ലൈസൻസ് പോലും ഇല്ല. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അവരെ ഭയങ്കര മാനസികമായിട്ട് ബാധിക്കുന്നു. ഇതൊന്നും സത്യമല്ല, ഇതെന്ത് സ്വപ്നമാണ്, ഇതൊരു ദുസ്വപ്നമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി അവരെ തന്നെ ഭയങ്കര അടിക്കുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഡാനിൽ കിടന്ന് അലറുമ്പോൾ ഇവരതൊന്നും കേൾക്കുന്ന മട്ടുപോലും ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടി നിർത്തിയതും ഡാനിയിൽ അവന്റെ പെങ്ങളെ എടുത്തിട്ട് വേഗം കാർ വിട്ടിറങ്ങി അവൻ നടന്നു പോവുക. കാരണം അമ്മയോട് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ കാര്യം അവന് മനസ്സിലായി. അവൻ ആ കൊച്ചിനെ കയ്യിലെടുത്ത് അവിടെ നടന്നു പോയതുപോലും അറിയാതെ ഇവർ ആ ഒരു വണ്ടി എടുത്ത് അങ്ങ് പോകുന്നു. ഇവർ ഈ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും തന്റെ മകൾക്ക് പറ്റിയതും എല്ലാം തന്നെ അവരെ ഭയങ്കര മാനസികമായിട്ട് ബാധിച്ച് ഷീ ജസ്റ്റ് ലോസ്റ്റ് ഹർ സാനിറ്റി ആക്ച്വലി. വീണ്ടും പമ്പ് വരുന്നു. അതിന്റെ ഉള്ളിൽ ആ ഒരു കടയിൽ കയറി ഇവർ ആ ഒരു മൂലയിൽ ചെന്നിരിക്കുന്നു. അവർക്ക് തനിക്ക് ചുറ്റും സംഭവിക്കുന്ന ഉൾക്കൊള്ളാൻ പറ്റാതെ ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഡാനിയലും കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കൊച്ചിനെയും കയ്യിൽ പിടിച്ച് അവൻ അങ്ങ് നടന്നു പോവുക. അവൻ ആ ഒരു സൈൻ ബോർഡിന്റെ അവിടെ എത്തി. കാരണം അങ്ങോട്ടാണ് റോബോട്ടോ വരാമെന്ന് പറഞ്ഞു. ഇതേ സമയമാണ് റോബോട്ടോ ആ സൈഡിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇവന്റെ അടുത്തോട്ട് എത്തുന്നു. സോ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ പെട്ടുപോയെന്ന് പറയുന്ന കാര്യം അവർക്ക് മനസ്സിലായി. അത്രയും നേരം ഒന്നും കൊച്ചിനെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, അത് മരിച്ചുപോയി. ഇവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ കഥയെ കാണിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ പെട്ടുപോയിട്ട് ഏതാണ്ട് 35 വർഷം കഴിഞ്ഞു. ആ 35 വർഷത്തിൽ ഓരോ ദിവസവും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇരട്ടിച്ചിരട്ടിച്ച് ഇത്രയും സാധനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവർക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധനം ആ ഒരു വെൻഡിങ് മെഷീൻ ഇവർക്ക് കൊടുത്തോണ്ടേയിരുന്നു. തീരുമ്പോൾ പിറ്റേ ദിവസം അത് പഴയ പോലെ തന്നെ പുതിയത് വന്നോളൂ. കാർലോസ് മരിച്ചു, അവന്റെ ബോഡി അഴുകി ഇപ്പൊ എല്ലും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതും ഭദ്രമായിട്ട് ഇവന്റെ അനിയൻ ചുമരിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ പോലീസുകാരനായിട്ടുള്ള മാർക്കോ ഇപ്പോൾ ഒരു വൃദ്ധനായിരിക്കുകയാണ്. പുള്ളിയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. ആൾ സ്റ്റെപ്പ് കയറുന്നൊക്കെ ഇഴഞ്ഞിട്ടാ. ഇങ്ങനെ ഇപ്പൊ ഏതാണ്ട് ഒരു 75-80 വയസ്സുണ്ട്. എന്നാൽ നമ്മുടെ ഒലിവർ
ഇവനെ പോലെയല്ല അവിടെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനിപ്പോൾ ഏതാണ്ട് ഒരു 54-55 വയസ്സായി. പക്ഷെ വെറുതെ തിന്നും കുടിച്ചും ഇരിക്കാതെ അവന്റെ ബോഡി ആക്ടിവേറ്റ് ചെയ്ത് എക്സസൈസും ജോഗിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. മാർക്കോയെ പോലെ അടുക്കും ചിട്ട ഇല്ലാത്തവനല്ല, ഇവൻ എല്ലാ കാര്യത്തിനും അടുക്കും ചിട്ടയുണ്ട്. ഓരോ സാധനങ്ങളും കറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്ത് അവൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഡെയിലി കുളിക്കുന്നു, അതും എങ്ങനെ വാട്ടർ ബോട്ടിനകത്ത് ഓട്ടയാക്കിയിട്ട് അത് വെച്ച് കുളിക്കുന്നു, പല്ല് കേൾക്കുന്നു, നെയിൽ കട്ടർ വെച്ച് മുടി വെട്ടുന്നു. അവന്റെ കയ്യിലുള്ള സാധനം വെച്ച് അവൻ മാക്സിമം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു വെൻഡിങ് മെഷീൻ മാത്രമല്ല വീണ്ടും പുതിയ സാധനങ്ങളെ കൊണ്ടുവരുന്നത്. ഇവർ ആ ഒരു ലൂപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് ഇവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു അതെല്ലാം മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. അങ്ങനെ ഒലിവറിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, റെഡ് കളർ ബാഗ്. അതും ഓരോ ദിവസം ഇരട്ടിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളും. ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് അതിനകത്തൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ടൈറ്റിൽ എന്ന് പറയുന്നത് ടൈം ഔട്ട് ഓഫ് ജോയിന്റ് എന്നാണ്. ഇതിലേക്ക് ഞാൻ എന്തായാലും അവസാനം വരാം. ഓക്കെ, ഇങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഡെയിലി ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ മാർക്കോ ഒലിവറിനോട്, എടാ നാളെ നീ എന്നെ ഒരു കാര്യം ഓർമ്മിക്കണം, നാളെ എന്റെ ആനിവേഴ്സറി ആണ്. അതിന് നിങ്ങൾക്ക് ഇത് ഏതാ വർഷം ഡേറ്റ് എന്ന് വല്ല ഓർമ്മയുണ്ടോ? മാർച്ച് 25, 2052. ആഹാ, കുഴപ്പമില്ലല്ലോ, കറക്റ്റായിട്ട് എണ്ണയല്ലോ. നാളെ 35 വർഷം തേക്കും നമ്മളിവിടെ പെട്ടുപോയിട്ട്. അവരുടെ ആ ഒരു ചുമര് മൊത്തം ഓരോ സാധനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം മാർക്കുമാണ്. ഓരോ വർഷം ഓരോ ദിവസവും എഴുതി വെക്കുന്നുണ്ട്. പുള്ളിയുടെ ഉള്ളിലുള്ളതും പുള്ളിയുടെ ആഗ്രഹവും എല്ലാം തന്നെ പുള്ളി വരച്ചു വെക്കാനും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടുത്തെ ചുമരിലുണ്ട്. അങ്ങനെ രാത്രി ആവുന്ന ഇവർ രണ്ടുപേരും കിടന്നുറങ്ങാണ്. അപ്പോൾ നമ്മുടെ മാർക്കോയ്ക്ക് എന്തോ ചെറിയ വിഷൻസ് ഒക്കെ കാണാണ്. വീണ്ടും നമ്മൾ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു എസ്കലേറ്റർ കാണുവാണ്. അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോഴും ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ ആ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുക. ബട്ട് സർപ്രൈസിംഗിലി അവരുടെ അടുത്തൂടെ ഒരു ചെറിയൊരു പയ്യൻ കടന്നു പോകുന്നു. കാല് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ആരാ എന്താണെന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പയ്യൻ ഈ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ഹാംസ്റ്റർ ഉണ്ട്, ഒരു എലിയുണ്ട്. ആ എലി അവൻ വാങ്ങിച്ചിട്ട് അവൻ അതിലൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു. ആ സ്ത്രീ അങ്ങനെ എസ്കലേറ്റർ കിടക്കുവാണ്. ഇവിടെ കട്ട് ചെയ്താൽ വീണ്ടും നമ്മൾ സ്റ്റോറി നമ്പർ 2 പോകുന്നു. വീണ്ടും ആ ഒരു കാറും ആ റോഡെല്ലാം കാണിക്കുന്നു. ഇവിടെയും അവരുടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ കൊണ്ടുപോയ സാധനങ്ങളും അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു പമ്പിലെ ആ ഒരു കടയിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തിന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കാറുകൾ പോലും അവിടെ കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ റോബോട്ടിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോഴും വണ്ടി ഓടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. ആള് വീണ്ടും കുടിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. വെള്ളം ഒടിച്ച് പാമ്പായി ഒരു ബോധമില്ലാതെ കറങ്ങി നടക്കുക പുള്ളി. അപ്പുറത്ത് ഭാര്യയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല. കാരണം മകള് മരിച്ചതിന് ശേഷം പുള്ളിക്കാരത്തി മിണ്ടിയിട്ടില്ല. ഇങ്ങനെ ഈ ഒരു ഇരുത്തമാണ്. എന്നാൽ ഇവരിൽ ഡാനിൽ ഇങ്ങനെ ആയിരുന്നില്ല. അവന് കിട്ടിയ സാധനങ്ങളെ അവൻ നല്ല രീതിയിൽ ചിന്തിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ആ പമ്പിന്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു കടയിൽ അവിടുത്തെ ഒരു വർക്കറിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് അവൻ എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് അവനോട് ഒരു ടെന്റ് പോലും ഉണ്ടാക്കി അവൻ അവിടെ താമസിക്കാൻ തുടങ്ങുന്നു. അവനും വെറുതെ ഇരിക്കുമായിരുന്നില്ല, നടക്കാൻ തുടങ്ങുന്നു, ബോഡി ആക്ടിവേറ്റ് ചെയ്ത് എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ടെല്ലാം കേട്ട്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒലിവറിനെ പോലെ. ഇവന്റെ അടുത്ത് ഇപ്പോഴും ഇവൻ വളർത്തുന്ന ഒരു ഹാംസ്റ്റർ ഉണ്ട്, ആ ഒരു എലിയുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഹാംസ്റ്ററിന് വലുതായിട്ട് പ്രായമായിട്ടില്ല. അതായത് കാര്യം 35 കൊല്ലമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോഴും ഇത് ജീവനോടെ ഉണ്ട്. ശരാശരി ഒരു ഹാംസ്റ്ററിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒരു 2 to 3 years ആണ്. പക്ഷെ ഇവിടെ 35 കൊല്ലം കഴിഞ്ഞു പോയപ്പോൾ ബാക്കി എല്ലാവർക്കും പ്രായമായി, ഇതിന് പ്രായമായിട്ടില്ല. ഇതിലേക്ക് ഞാൻ അവസാനം വരാം. സോ ഈ ഒരു ഹാംസ്റ്ററിനെ നോക്കി അവന്റെ ഹെൽത്ത് നോക്കി ഡാനിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ഒരു റോബോട്ട് ഭാര്യയുടെ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോട്ടിൽ മരിച്ചുപോയ മകൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബൊമ്മ അവിടെ റോട്ടിൽ കിടക്കുന്നു. ഇത് കാണുന്ന റോബോട്ടോ അതിനെ എടുത്ത് നേരെ റോഡിന്റെ വെളിയിലോട്ട് വലിച്ചെറിഞ്ഞു. ഇത് നമ്മുടെ ഡാനിയിലെടുത്ത് ഭയങ്കര ഭദ്രമായിട്ട് വെക്കുന്നുണ്ട്. തന്റെ അനീതി മരിക്കാനുള്ള കാരണം താനാണെന്ന് പറയുന്ന ഗിൽറ്റ് ഇപ്പോഴും ഇവന്റെ ഉള്ളിലുണ്ട്. കാരണം പോകാൻ നേരത്തെ ആ ഒരു സ്പെയർ ഇൻഹേലർ ഇവൻ കറക്റ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അനീതി മരിക്കത്തില്ലായിരുന്നു. സോ താൻ മൂലമാണ് അനീതി മരിച്ചത് എന്ന് പറഞ്ഞ ഒരു ഗിൽറ്റ് ഇപ്പോഴും ഇവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ദെൻ ദിവസങ്ങളും ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ആ ഒരു അമ്മയുണ്ടല്ലോ പുള്ളിക്കാരത്തെ അങ്ങ് മരിച്ചു പോവുക. കൊച്ചിനെ എവിടെയാണോ അടക്കിയ അവിടെ തന്നെ അമ്മയെ അടക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും. ഇവരും ഈ ഒരു ലൂപ്പിൽ പെട്ട് ഇന്നേക്ക് 35 വർഷം തേയുന്ന ദിവസമാണ്. പെട്ടെന്ന് റോബോട്ട് ഭയങ്കരധികം വയ്യാണ്ടാവുന്നു. അവന്റെ തലയ്ക്ക് വെട്ടിപ്പൊളയ്ക്കുന്ന വേദന അവന് വരിക. ആ ഒരു വേദനയിൽ അദ്ദേഹം കിടന്ന് അലറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ റൂബൻ എന്ന് പറഞ്ഞ ഒരു പേര് വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ മാർക്കോയ്ക്കും ഇതേപോലെ തന്നെ ഒരു തലവേദന വന്ന് അദ്ദേഹം കടന്ന് വേദനയിൽ പൊളയുന്നു. പുള്ളിയും ആ ഒരു വേദനയുടെ ഇടയിൽ ഡാനിയൽ എന്ന് പറയുന്ന ഒരു പേരും പറയുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒലിവറിന് മനസ്സിലാവുന്നില്ല ആര് ഈ ഡാനിയൽ, നിങ്ങൾ എന്ത് ഈ പറയുന്നതെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എടാ ഞാൻ മാർക്കോ അല്ല, എന്റെ ശരിക്കുള്ള പേര് ഡാനിയൽ എന്നാണ്. എനിക്ക് ഭാര്യയില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് മക്കളും ഇല്ല, ഞാൻ പോലീസും അല്ല, എന്റെ ശരിക്കുള്ള പേര് ഡാനിയൽ എന്നാണ്. കിളവന്റെ കത്തിയിൽ കയറുന്ന കിളവൻ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെ പിച്ചും പേയും പറയുകയാണെന്നാണ് ഒലിവർ വിചാരിക്കുന്നത്. എന്നാൽ അപ്പുറത്ത് റോബോട്ടോയും ഇതേപോലെ റൂബൻ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ശരിക്കുള്ള പേരും ഈ റോബോട്ടോ എന്നായിരുന്നില്ല അത്രേ, റൂബൻ എന്നായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നുണയാണ്. ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. എന്റെ മരണം എടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓർത്തെടുക്കുന്നത്. പക്ഷേ എനിക്ക് സംഭവിച്ചതെല്ലാം നിനക്കും സംഭവിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല റോബോട്ടോ, നിങ്ങൾ വ്യക്തമായിട്ട് പറ. അപ്പോഴാണ് റോബോട്ടോ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. വർഷം 1949. റോബോട്ടോന്റെ ശരിക്കുള്ള പേര് റൂബനാണ്. ഈ ഒരു പയ്യനാണത്. ഏതാണ്ട് ഒരു 10 വയസ്സുള്ള ചെറിയൊരു പയ്യനാണ്. അപ്പോൾ അവന്റെ സ്കൂളിന്റെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വന്നേക്കുക. തുടർന്നൊരു തോണിയിൽ, ഒരു മുള കൊണ്ടുണ്ടാക്കിയ തോണിയിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള വാനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് തുഴയുന്ന ഒരു ഇൻസ്ട്രക്ടറും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയില്ല, പെട്ടെന്ന് ആ ഒരു ഇൻസ്ട്രക്ടർ മയങ്ങി വെള്ളത്തിലോട്ട് വീണു. ആ വീണപ്പോൾ എൻ്റെ ഫ്രണ്ടും അതിൽ പെട്ടുപോയി. രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി. എന്നാൽ എൻ്റെ കൂട്ടുകാരൻ്റെ തലയിൽ ഭയങ്കരധികം പരിക്ക് പറ്റി. 3 ദിവസം കഴിഞ്ഞതും അവൻ മരിച്ചുപോയി. ഞങ്ങൾ മാക്സിമം ആ ഒരു തടാകത്തിൽ നിന്ന് വെളിയിലോട്ട് വരാൻ വേണ്ടി തുഴഞ്ഞു നോക്കി. പക്ഷെ കരയിലോട്ട് അടുക്കാനേ പറ്റുന്നില്ല. അതൊരു അവസാനമില്ലാത്തൊരു തടാകം പോലെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുമായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് 35 വർഷം ഞങ്ങൾ അവിടെ പെട്ടുപോയി. ഇതേപോലെ ഞങ്ങൾ അവിടെ പെട്ടുപോയി 35 വർഷം തികയുന്ന ആ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ടർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് സംഭവിച്ചതും എന്നോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം ഇത് ആദ്യമായിട്ടായിരുന്നില്ല. ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു ട്രെയിനിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോപ്പിൽ നിർത്താത്ത പൊക്കോണ്ടേയിരിക്കുന്ന ഒരു ട്രെയിനിൽ ഇദ്ദേഹം 35 വർഷം അദ്ദേഹത്തിന്റെ ജീവിതം ജീവിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം ഇവിടെ ഇങ്ങനെ വന്ന് പെട്ടുവെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല.
അറിയുന്നില്ലായിരുന്നു. എനിക്ക് അദ്ദേഹം കുറച്ച് അഡ്വൈസ് തന്നായിരുന്നു, പക്ഷെ അത് ഞാൻ കേട്ടില്ല. ആ കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് പെട്ടുപോയത്. എനിക്ക് നിന്നോടും കുറച്ച് കാര്യം പറയാനുണ്ട്. നിന്റെ പേര് നീ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നിന്റെ പേര് ഡാനിയലാണ്, അത് നീ എവിടെയെങ്കിലും എഴുതി വെക്കണം, ഇല്ലെങ്കിൽ നീ മറന്നുപോകും. ഞാൻ എവിടെ എഴുതി വെച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വന്നപ്പോൾ ഒരു റെഡ് കളർ കാർ കണ്ടു. ഞാൻ അതിൽ കയറി. എന്നോട് കയറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കയറി. അവിടെ നിന്നാണ് എനിക്ക് റോബോട്ട് എന്ന് പറയുന്ന പേരും അതേപോലെ തന്നെ എൻ്റെ അമ്മയെല്ലാം ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം എനിക്ക് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ നിമിഷമാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. എനിക്ക് നിന്നോട് പറയാനുള്ളൂ, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് വല്ല പെട്രോളിംഗ് വണ്ടിയോ കാറോ വല്ലതും കാണുവാണെങ്കിൽ നീ അതിനകത്തോട്ട് കയറാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള ആ ഒരു റെഡ് കളർ ഡയറി അദ്ദേഹം പുറത്തെടുത്ത് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. ആ ഡയറി നമ്മുടെ ഡാനിയിൽ എടുത്ത ശേഷം ഇദ്ദേഹത്തിനെയും ഭാര്യയുടെ അടുത്ത് തന്നെ അടക്കുന്നുണ്ട്. ദെൻ ഡാനിയിൽ അവന്റെ ആവശ്യമുള്ള സാധനമെല്ലാം എടുത്തിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുക. കാരണം അവനിവിടെ ആരും ഇല്ല ബാക്കി. ഇപ്പോഴും റോബോട്ടോ അല്ലെങ്കിൽ റൂബൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവന്റെ മൈൻഡിൽ ഇങ്ങനെ ഓർക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവനും ചിന്തിച്ച് അവനിങ്ങനെ ആ റോഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് സർപ്രൈസിംഗ്ലി ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത ഒരു കാർ അവിടെ നിൽക്കുന്നു, ഒരു പോലീസ് കാർ നിൽക്കുന്നു. സംശയം തോന്നിയ ഡാനിയിൽ അതിന്റെ അടുത്ത് നിന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുക. ഒരു ഡ്രസ്സും കുറച്ച് സാധനം എല്ലാം അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവൻ ആദ്യം ഒരു കാർ തുറക്കാന്ന് പറഞ്ഞു പോയി, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം റൂബൻ പറഞ്ഞായിരുന്നല്ലോ ഇതുപോലൊരു കാറ് കയറിയോണ്ടാണ് അവൻ ഇത്രയും നാളും പെട്ടുപോയെന്ന്. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഡാനിയിൽ അവിടെ വിട്ട് പോവുക. പക്ഷെ 35 കൊല്ലം ഒരു സ്ഥലത്ത് തന്നെ പെട്ടുപോയ ഒരുത്തിന് മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇതുപോലൊരു കാർ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ അവന്റെ ആ ഒരു ടെംപ്ടേഷൻ അവനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അവൻ അറിയാതെ അവൻ ആ ഒരു കാർ തുറക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നു. തുടർന്ന് അവന്റെ ഹാംസ്റ്ററിനെയും അവന്റെ സാധനങ്ങളും എടുത്തിട്ട് അവൻ ആ ഒരു കാറിന്റെ അടുത്ത് വന്ന് ആ ഡോറെ പിടിച്ച് തുറന്നതും അവൻ കയ്യിൽ കൊണ്ടുവന്ന അവന്റെ സാധനമെല്ലാം അവൻ പെട്ടെന്ന് തന്നെ താഴെ ഇട്ടു. അവന്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിട്ട് അവനെന്താ വേറൊരാളെ പോലെ മാറിപ്പോയി. എന്നിട്ട് അവൻ ആ ഒരു കാറും ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവാണ്. ഇങ്ങനെ പോകുന്ന ഈ ഒരു ഡാനിയലാണ് പിന്നീട് മാർക്കോ ആയിട്ട് മാറുന്നത്. ആദ്യ കഥയിൽ കാർലോസിനെയും ഒലിവറിനെയും പിടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു പോലീസുകാരൻ മാർക്കോ ഉണ്ടല്ലോ, അത് ഡാനിയലാണ്. ഡാനിയൽ ആ ഒരു കാറിൽ കയറി പോകുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് സീറ്റിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പോലീസ് ഡ്രസ്സും തോക്കും ബാഡ്ജും, അതിന്റെ കൂടെ ഒരു റെഡ് കളർ ഡയറി ഉണ്ടായിരുന്നു. റൂബന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൂട്ട് തന്നെ ഒരു റെഡ് കളർ ഡയറി. അതിൽ ഇദ്ദേഹത്തിന്റെ പുതിയ പേരായിട്ടുള്ള മാർക്കോയും അടുത്ത് അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് കാർലോസിനെ ഒലിവറിനെ കയറി അവിടെ ചെന്ന് പിടിക്കൽ മാത്രമല്ല അവന്റെ കാലിൽ ഷൂട്ട് ചെയ്യണം എന്ന് പോലും സ്പെസിഫിക്കലി അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്രിക വെച്ച് ആ ഒരു മുടിയെല്ലാം വെട്ടി ട്രിം ഒക്കെ ചെയ്ത് നമ്മൾ തുടക്കത്തിൽ കണ്ട മാർക്കോയുടെ ആ ഒരു ലുക്കിലോട്ട് നമ്മുടെ ഡാനിയൽ മാറുന്നു. ഡാനിയൽ എന്ന ഇവന്റെ ശരിക്കുള്ള പേര് ഇവൻ എഴുതാത്തത് കൊണ്ട് അവൻ ഇനി തൊട്ട് മാർക്കോ ആയിട്ട് മാറുകയാണ്. പുള്ളി കഴിഞ്ഞ കാലം മൊത്തം മറന്നുപോയി. തനിക്ക് ഇത്രയും നാൾ സംഭവിച്ചതെല്ലാം മറന്ന് ഇപ്പൊ കാർലോസിനെ ഒലിവറിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് ഇവന്മാരെ പിടിക്കാൻ വേണ്ടി ആ ഒരു ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ അറിയാതെയാണ് ഷൂട്ട് ചെയ്യുന്നത്. കാലിലേക്ക് ഷൂട്ട് ചെയ്യണം എന്ന ആ ഒരു ഡയറിയിൽ ഉള്ളത് കൊണ്ട് ഇയാൾ അറിയാതെ തന്നെ അത് ഷൂട്ട് ആവുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് ഒലിവറിനോട് എടാ ഞാൻ അറിഞ്ഞു ചെയ്തതല്ല, അറിയാതെ എന്തെങ്കിലും സംഭവിച്ചാണ്, എനിക്ക് ഓർമ്മയില്ലടാന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ആൾറെഡി ഒരു 35 വർഷം ആ ഒരു റോട്ടിൽ പെട്ട് ഇപ്പതാ വീണ്ടും ഒരു 35 വർഷം സ്റ്റെയർ കേസിലും പെട്ട് മരിക്കാറായി കിടക്കുകയാണ് നമ്മുടെ മാർക്കോ. അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ഒലിവറിനോടും ഇദ്ദേഹം പറയുന്നുണ്ട്. എടാ ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ചതെല്ലാം നിനക്കും സംഭവിക്കും. നീ നിന്റെ പേര് എവിടെയെങ്കിലും എഴുതി വെക്കുക, ഇല്ലെങ്കിൽ നീ മറന്നുപോകും. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് സംഭവിച്ചാലും ശരി ഇവിടുത്തെ ലിഫ്റ്റ് നീ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പക്ഷെ ഇവിടെ ലിഫ്റ്റ് ഇല്ലല്ലോ എന്ന് ഒലിവർ പറയുമ്പോൾ മാർക്കോ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു റെഡ് ഡയറി എടുത്തിട്ട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ മാർക്കോ മരിച്ചു പോകുന്നു. ഇതേപോലെയായിരുന്നു റോബോട്ടോയും എന്തോ പറയാൻ വേണ്ടി ഒരു ഡയറി കയ്യിലെടുത്ത് ശ്രമിച്ചപ്പോഴേക്കാണ് മരിച്ചു പോകുന്നത്. സോ ഒലിവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവൻ എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല. ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ അവൻ ആ ഒരു സ്റ്റെയർ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പുതിയൊരു ലിഫ്റ്റ് വന്നേക്കുന്നു. ഇത്രയും നാളും അവിടെ അങ്ങനെ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് കാണുന്നു. അവൻ ഞെട്ടിപ്പോകുന്നു. തൊട്ട് മുമ്പാണ് മാർക്കോ അത് പറഞ്ഞ് മരിച്ചുപോയി. ഇപ്പൊ ആ ലിഫ്റ്റ് വന്നേക്കുന്നു. ഇപ്പൊ ഇവന് പേടിയുണ്ട്, അവർ കയറണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ടെംപ്ടേഷൻ ഉണ്ടല്ലോ, അതായത് 35 കൊല്ലം ഒരു സ്ഥലത്ത് തന്നെ പെട്ടുപോയ അല്ലെങ്കിൽ ജയിലിൽ പെട്ടുപോയ ഒരുത്തിന് രക്ഷപ്പെടാൻ ഒരു മാർഗം കിട്ടുമ്പോൾ അവനത് ഉപേക്ഷിക്കുകയല്ല. അതേപോലെ തന്നെ ഒലിവറും ആദ്യം മടിച്ചെങ്കിലും പേടിച്ചെങ്കിലും പിന്നീട് അവൻ ആ ഒരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറുന്നു. ഉള്ളിൽ കയറിയതും അവിടെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററിന്റെ ഡ്രസ്സ് ഉണ്ട്. അതിൽ കാൾ എന്ന് പറയുന്ന ഒരു പേരുമുണ്ട്. ഒപ്പം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു റെഡ് കളർ ഡയറി അതിലുണ്ട്. സോ വൺസ് അവൻ ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഒലിവർ അവനല്ലാതെ തന്നെ മാറുകയാണ്. എഗെയിൻ ഒലിവർ എന്ന പേര് അവൻ എവിടെ എഴുതി വെച്ചില്ല. അതുകൊണ്ട് ആ ഒരു പേര് അവൻ മറക്കുന്നു. അവൻ ആരാന്ന് മറക്കുന്നു. ആ ഒരു ഡയറി പറഞ്ഞ പ്രകാരം തന്റെ പേര് കാൾ എന്നാണെന്നും താനൊരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണെന്നും ഇവൻ വിശ്വസിക്കുകയാണ്. അതിൽ നമ്മൾ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു ന്യൂലി വെഡ് കപ്പിൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ വരുന്ന ആ രണ്ടുപേരെ കാണിച്ചില്ലേ, അവരുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അവരെ എങ്ങനെ ഇവിടെ ട്രാപ്പ് ചെയ്യണം എന്നൊരു കാര്യം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ട്. ഒരു ഗെറ്റപ്പ് എല്ലാം മാറി കംപ്ലീറ്റ് ആയിട്ട് കാൾ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആയിട്ട് അദ്ദേഹം മാറുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആ ഒരു ലിഫ്റ്റിലേക്ക് കല്യാണം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വന്ന് കയറുകയാണ്. ഇവർക്ക് പോകേണ്ടത് 13th ഫ്ലോറിലേക്കാണ്. സർ ലഗേജ് തന്നോളൂ, ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ബാഗ് ഇവൻ ചോദിച്ചു വാങ്ങുന്നു. ഇവർ ഒരു ഫ്ലോർ എത്തുന്നു. ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു ഹാൾവേയിലൂടെ ഭയങ്കര ചിരിച്ച് കളിച്ച് നടക്കുക. അവരുടെ പിന്നാലെ ബാഗും പിടിച്ച് നമ്മുടെ കാള് നടക്കുന്നു. എന്നാൽ ആ സമയം അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു തേനീച്ചയും. അവനത് റിലീസ് ചെയ്യാണ്. എന്നിട്ട് മറ്റേ ആൾ കേക്ക് തന്നെ അയാൾ കൊടുത്ത അയാളുടെ ലഗേജ് ആ ഒരു ബാഗ് അവൻ താഴത്തിടുന്നു. ഇവിടെ താനെതിന്റെ ബാഗ് താഴത്തിട്ടെ എന്നും പറഞ്ഞ ആ ഒരു ബാഗ് എടുക്കാൻ വേണ്ടി ഇവൻ കുനിഞ്ഞപ്പോൾ ആ ഒരു തേനീച്ച ഇവനെ കടിച്ചു. ഇവിടെ എങ്ങനെ ഒരു തേനീച്ച വന്നു എന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. അങ്ങനെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം
സോ നമ്മുടെ കല്യാണ ചെറുക്കനാണെങ്കിൽ ഈ തേനീച്ച എന്ന് പറയുന്നത് ഭയങ്കര അലർജി ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്കായിട്ട് ബാഗിൽ എപ്പോഴും ഒരു മരുന്നുണ്ടാവും. പക്ഷെ കാൾ ആ ഒരു ബാഗ് നിലത്തിട്ടതിനെ തുടർന്ന് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മെഡിസിനും പൊട്ടിപ്പോവാണ്. സോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് ഇവർ ഡോർ നോക്കുമ്പോൾ ഏത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഹാൾവേ ആണെങ്കിൽ ഇങ്ങനെ നീണ്ടു പൊക്കൊണ്ടുവരിക, ഏത് ഡോറും തുറക്കുന്നുമില്ല, ഇതിങ്ങനെ നീണ്ടു പോവുക. സോ സംഭവം മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ടുള്ള 35 വർഷം ഇവർ ആ ഒരു ലോബിയിൽ, അവസാനമില്ലാത്ത ആ ഒരു ലോബിയിൽ പെട്ടുപോവാണ്. ഇൻഫാക്ട് ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ആ ഒരു റെഡ് കളർ ഡയറിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്നതിന് തേനീച്ച അലർജിയാണെന്നും അതുകൊണ്ട് തേനീച്ച കൊണ്ട് കടിപ്പിക്കണമെന്നും ബാഗ് നിലത്തിടുമ്പോൾ ആ ഒരു സാധനം പൊട്ടിക്കണമെന്നും അങ്ങനെ എല്ലാ സാധനവും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാളാണെങ്കിലും ഫോർ സം റീസൺ അവൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു എസ്കലേറ്ററിലൂടെ വരുന്ന ആ ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. അവർ വേറെ ആരുമല്ല, ഇപ്പൊ പെട്ടുപോയിരിക്കുന്ന ആ ഒരു കല്യാണ പെണ്ണ് തന്നെയാണ്. സോ പിന്നീട് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യം കാണിച്ചിട്ടില്ല. സോ ഇതോടെയാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ഒരു കോപം മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, എന്താണ് ഈ ഒരു പടം, എന്താണ് ഈ ലൂപ്പ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിക്കുന്നത്. സോ ബേസിക്കലി ആൾട്ടർനേറ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ തൂങ്ങിയിട്ടാണ് ഈ ഒരു പടം അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിയാലിറ്റി 1 അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. റിയാലിറ്റി 2 ഒരു പക്ഷേ നിങ്ങൾ ജോലി ഇല്ലാതെ, ഒരു കുടുംബം ഇല്ലാതെ, ഒരുമാതിരി തൊലിഞ്ഞ ജീവിതം ജീവിക്കേണ്ട അവസ്ഥയും വരും. സോ ഒരേ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ 2 വ്യത്യസ്തമായ ഔട്ട്കം. ഈ 2 എക്സ്ട്രീംസ് മാത്രമല്ല, ഈ കൺസെപ്റ്റ് കുറച്ച് ഡീപ്പാണ്, അതിലോട്ട് നമ്മൾ കിടക്കേണ്ട. ഈ സിനിമയെ സംബന്ധിച്ച് ഇത്രയും അറിഞ്ഞാൽ മതി. ഇതിൽ ആൾട്ടർനേറ്റീവ് റിയാലിറ്റി എന്ന പരിപാടിയേക്കാളും ആൾട്ടർനേറ്റീവ് ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ആ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അയാൾ ആ ഒരു 35 വർഷത്തെ ആ ഒരു ലൈഫ് സ്പാനിൽ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരു സം കൈൻഡ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഇങ്ങനെ വരുന്ന ഈ ഒരു എനർജി ഇവരുടെ തന്നെ റിയൽ വേൾഡിലുള്ള മറ്റേ സെൽഫിന് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പക്ഷെ ഒരു മാറ്റമില്ലാതെ അതേ എനർജി അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ ലൂപ്പിനകത്തൊരു വ്യക്തി ഭയങ്കര കഷ്ടപ്പെട്ട് യാതനകളും വേദനയെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുവാണെങ്കിൽ ഇവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് റിയൽ വേൾഡിലുള്ള ആളുകൾക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അതായത് ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ അവർ ഭയങ്കര സങ്കടപ്പെടുന്ന ഒരു ജീവിതമാണെങ്കിൽ റിയൽ വേൾഡിൽ അവർക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് കിട്ടും. അങ്ങനെ തിരിച്ചും, അതായത് ലൂപ്പ് വേൾഡ് ഭയങ്കരധികം ഹാപ്പി ആയിട്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ റിയൽ വേൾഡിൽ അവർ ഭയങ്കരധികം കഷ്ടതകൾ അനുഭവിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ലൂപ്പിൽ പെട്ടുപോയ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിയൽ വേൾഡിൽ അദ്ദേഹത്തിന് തന്നെ ജീവിതം. ലൂപ്പിൽ പെടുമ്പോൾ സങ്കടമോ ഗിൽട്ടോ ഒന്നുമില്ലെങ്കിൽ റിയൽ വേൾഡിൽ ഹാപ്പി ആയിരിക്കും, സ്വസ്ഥമായിട്ട് ജീവിതമായിരിക്കും. എന്നാൽ ലൂപ്പിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ റിയൽ വേൾഡിൽ അയാളുടെ ജീവിതം നരകമായിരിക്കും. നമ്മൾ ഇത്രയും നേരം കണ്ടത് മൊത്തം ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി റിയൽ വേൾഡിൽ എന്ത് സംഭവിച്ചെന്ന് ചെറുതായിട്ട് നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. റോബോട്ട് ഫാമിലി ആയിട്ട് ആ ഒരു കാർ ഓടിച്ച് പോകുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡിൽ പോകാതെ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്ത് തിരിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിയില്ല, കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു പിള്ളേരെ ശരിക്കുള്ള അച്ഛൻ്റെ വീട്ടിലോട്ട് ഇവരെത്തുന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ പോകുന്നു, ഡാനിയിൽ വളരുന്നു, അവനൊരു ഗേൾ ഫ്രണ്ട് ആവുന്നു, അവനും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല രീതിയിൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നു, അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ തന്നെ അവൻ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു, അവർക്കൊരു കുട്ടി ജനിക്കുന്നു. അവൻ ആ ഒരു ക്രൈംസിലും ഇൻവെസ്റ്റിഗേഷനിലും താല്പര്യമുള്ളതുകൊണ്ട് അവൻ ടെസ്റ്റ് എഴുതിയിട്ട് പോലീസായിട്ട് മാറുന്നു. പിള്ളേരും ഫാമിലി എന്നൊക്കെ പറഞ്ഞ് അവൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം റോബോട്ടയും അവന്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമാവാണ്. അവർ ഇവഞ്ച്വലി അടിച്ചു പിരിയുന്നു. ഭാര്യ പോയതും അവൻ നിർത്തിവെച്ച അവന്റെ കള്ളുകൂടി അവൻ ഭയങ്കരമായിട്ട് തുടങ്ങുകയാണ്. വെറുതെ അടിപൊളി ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലാവുന്നു. പുറത്ത് വന്നിട്ട് അവന് വലിയ മാറ്റമൊന്നുമില്ല. മദ്യം മാത്രമുള്ള ഒരു നരക ജീവിതം അയാൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അയാൾ മടുത്ത് കൈ അറുത്ത് സൂയിസൈഡ് ചെയ്ത് അയാൾ മരിക്കുന്നുണ്ട്. ഇതേ സമയം ടെസ്റ്റ് കഴിഞ്ഞ് പോലീസായി മാറി നമ്മുടെ ഡാനിയിൽ കാർലോസിനെ ഒലിവറിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റവന്റെ കാർലോസിനെ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ അവനൊന്നും പറ്റിയില്ല. അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞതും അവർ പുഷ്പം പോലെ വെളിയിലോട്ട് വന്നു. പുറത്ത് വന്ന് ഒലിവറിന് നല്ല മാറ്റമുണ്ട്. അവന്റെ ആ ഒരു ഡ്രഗ് അഡിക്ഷൻ എല്ലാം മാറ്റിയിട്ട് അവൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുന്നു. തുടർന്ന് അവൻ നല്ലൊരു പെൺകുട്ടി കണ്ടുപിടിച്ച് അവളെ കല്യാണം കഴിച്ച് അവൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക. ഇതേസമയം ഡാനിയലിന്റെ ലൈഫ് ആണെങ്കിലോ ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വർക്കിലെ പ്രഷർ അവന്റെ ലൈഫിനെ ബാധിക്കുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവന്റെ ഭാര്യ തന്നെ ഇവനെ ചീറ്റ് ചെയ്യുന്നു. അത് അവൻ കൈയോടെ പൊക്കി. ഇതോടെ അറിഞ്ഞപ്പോൾ എവിടെ നിന്നില്ലാത്ത ദേഷ്യം വന്ന ഡാനിയൽ തന്റെ തോക്കെടുത്തിട്ട് അവളുടെ കാമുകനെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നു. അത് കേസാവുന്നു. ഡാനിയലിന്റെ ജോലി പോകുന്നു, അറസ്റ്റ് ആവുന്നു, ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ അയാളുടെ നല്ല കാലം മുഴുവൻ അയാൾ ജയിലിൽ തീർത്തു. ഇനി ഇവിടെ ജീവിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളതെന്ന് പറഞ്ഞാൽ ഡാനിയൽ സൂയിസൈഡ് ചെയ്ത് മരിക്കുകയാണ്. സോ ഇതാണ് ശരിക്കും റിയൽ വേൾഡിൽ ഇതേ സമയം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ നമ്മൾ കണ്ടതിന്റെ നേരെ വിപരീതം. ഇപ്പൊ ഡാനിയലിന്റെ കേസിൽ അവൻ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ആ ഒരു കാറിൽ അവന്റെ ഫാമിലിയുടെ കൂടെ പെട്ടുപോകുന്നുണ്ട്. അവിടെ അവൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു. അവന്റെ അനിയത്തി മരിക്കുന്നു. അതിന്റെ കാരണം ഇവനാണെന്ന് അവന്റെ ഒരു ഗിൽറ്റ് ഉണ്ട്. അമ്മയും ഭയങ്കര മാനസികമായിട്ട് ബാധിക്കപ്പെടുന്നു. റോബോട്ടയും ശരിയില്ല. സോ എല്ലാം കൊണ്ടും വളർന്നു വരുന്ന സമയത്ത് ഡാനിയൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും. അതുകൊണ്ട് തന്നെ റിയൽ വേൾഡിൽ അവന്റെ ആ ഒരു വളർച്ചയുടെ ആ ഒരു സമയം മൊത്തം അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവന്റെ അനിയത്തിക്കൊന്നും സംഭവിക്കുന്നില്ല, ആ ഒരു ഗിൽറ്റ് അവനില്ല. അവന്റെ അച്ഛന്റെ കൂടെ അവൻ തിരിച്ചു വരുന്നുണ്ട്, സ്കൂളിൽ പോകുന്നു, ഗേൾ ഫ്രണ്ട് ആവുന്നു, അവളെ തന്നെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ലൈഫ് ലീഡ് ചെയ്യുന്നു. അവൻ ഇഷ്ടപ്പെട്ട പോലീസ് ജോലിയിലോട്ട് അവൻ കയറുന്നു. സോ അവന്റെ ആ ഒരു വളർച്ചയുടെ ഒരു 35 വർഷം അവൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്തു. ഓർക്കണം, ഇതേ 35 വർഷമാണ് അവൻ ആ ഒരു ലൂപ്പിൽ കിടന്ന കഷ്ടത അനുഭവിച്ചത്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ വേൾഡിൽ അവന് സംഭവിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവൻ നേരെ ചെല്ലുന്ന കാർലോസിനെ ഒലിവറിനെ പിടിക്കാൻ വേണ്ടിയാണ്. അവർ പിടിക്കുന്നതിന്റെ ഇടയിൽ അവരൊരു ലൂപ്പിൽ പെടുന്നു. ലൂപ്പിൽ പെട്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവിടെ പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സമയത്തിന് വെള്ളവും ഫുഡും എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ
അവിടെ പെട്ടുപോകുന്ന 35 വർഷം നമ്മുടെ ആ ഒരു ഡാനിയലിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം സമയത്തിന് ഫുഡും ഉണ്ട്, കൂടെ ഹെൽപ്പിന് വേണ്ടി ഒലിവറും ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈഫ് മൊത്തം കുഴപ്പമില്ലാതെ പോയി. എന്നാൽ ഇതേ സമയം റിയൽ വേൾഡിൽ അവൻ ജോലി കയറിയതും അവന്റെ ലൈഫ് മൊത്തം തലകീഴായിട്ട് മറിയാണ്. അവന്റെ ഭാര്യ അവനെ ചീറ്റ് ചെയ്യുന്നു, അവന്റെ ഫാമിലി അവനെ നഷ്ടപ്പെടുന്നു, അവൻ അറസ്റ്റായി ജയിലിൽ പോകുന്നു. സമയത്തിന് ഫുഡ് കിട്ടുന്നു പറഞ്ഞാലും ലാവിഷ് ആയിട്ടൊന്നും കിട്ടത്തില്ല. ഒരു സന്തോഷം സമാധാനം ഇല്ലാത്തൊരു ലൈഫ് അവൻ ആ ഒരു ജയിലിൽ ലീഡ് ചെയ്യുവാണ്. പുറത്തു വരുന്ന ഡാനിയൽ ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല എന്ന് മനസ്സിലായി അവൻ സൂസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ഡാനിയലിന്റെ ലൈഫ് അത്യാവശ്യം ഓക്കെ ആയിരുന്നെങ്കിലും റിയൽ വേൾഡിൽ അത് ഭയങ്കര മോശമായിരുന്നു. ഇനി ഒലിവറിന്റെ കേസിൽ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ഇവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്റെ ചേട്ടൻ മരിക്കുന്നുണ്ട്. തന്റെ ചേട്ടന്റെ ഒരു മരണത്തിന്റെ കാരണം ഇവനാണെന്നൊരു ഗിൽട്ട് ഇവന്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇവൻ ത്രൂ ആയിരുന്നു ഒരു പോലീസ് ഇവരിലേക്ക് എത്തുന്നത്. ചേട്ടനെ ഷൂട്ട് ചെയ്യുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, മടി കിടന്ന് തന്നെ മരിച്ചു പോവാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷം മൊത്തം അവന്റെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ റിയൽ വേൾഡിൽ ഒലിവറിന്റെ ലൈഫ് അങ്ങനെയായിരുന്നില്ല. ഇവനെ അറസ്റ്റ് ചെയ്തു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നതും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ് അവന്റെ ദുശീലം എല്ലാം അവൻ വിട്ടു. അവൻ നല്ലൊരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അവളെ കല്യാണം കഴിക്കുന്നു, അവരുമായിട്ട് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുന്നു. സോ റിയൽ വേൾഡിൽ അവന് വലിയ ഗിൽട്ടോ സങ്കടം ഒന്നുമില്ല, അവൻ നല്ലൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നു. ബട്ട് ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ചേട്ടന്റെ ഭരണ കാരണം താനാണെന്ന് പറയുന്ന ഒരു ഗിൽറ്റ് അവന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവന്റെ ജീവിതം എങ്ങനെ മാറി എന്ന് പറയുന്ന കാര്യം റിയൽ വേൾഡിൽ നമുക്ക് കാണിക്കുന്നില്ല. അതിപ്പോൾ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലും കാണിക്കുന്നില്ല. അവൻ ആ ലോബി വെച്ചിട്ട് അവർ കല്യാണ ചെറുക്കനെ അവർ തേനീച്ച് കുത്തി കിടത്തിയ ശേഷം പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ടുള്ള 35 വർഷത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവന്റെ ഇവിടെയുള്ള ലൈഫ്. ഇനി റോബോട്ടിന്റെ കേസ് ആണെങ്കിലും ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ഇവർ ആ ഒരു ലൂപ്പിൽ പെട്ടിട്ട് അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കള്ള്, ഫുഡിന് ഫുഡ്, കാറിന് കാറെന്ന് പറഞ്ഞ് എല്ലാം വന്നുകൊണ്ടേയിരുന്നു. ഗിൽട്ട് എന്ന് എടുത്തു പറയാനായിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റിയൽ വേൾഡിൽ എന്ത് സംഭവിച്ചു? അയാളുടെ വൈഫുമായിട്ട് പ്രശ്നം വന്നു, ഫാമിലി ഇട്ടിട്ട് പോകുന്നു, നിർത്തിയ കള്ളുകൂടി വീണ്ടും തുടങ്ങുന്നു, ഒരു അർത്ഥമില്ലാത്ത ജീവിതം ജീവിച്ചിട്ട് അവസാനം സൂയിസൈഡ് ചെയ്താണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിനകത്തെ ആൾട്ടർനേറ്റീവ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇനി ഈ ഒരു പടത്തിന്റെ ടൈമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോ ഫാർ ഈ ഒരു പടത്തിനകത്ത് മെൻഷൻ ചെയ്ത പ്രകാരമാണെങ്കിൽ ആദ്യത്തെ ലൂപ്പ് ഇവന്റ് എന്ന് പറയുന്നത് ആ ഒരു നിർത്താതെ പോകുന്ന ട്രെയിനാണ്. അതിലെ ഒരാളൊഴികെ ബാക്കി ആരെയും നമുക്ക് അറിയത്തില്ല, എത്ര പേരുണ്ടായിരുന്നൊന്നും അറിയത്തില്ല. സോ ബേസിക്കലി ഈ ഒരു ലൂപ്പ് ട്രിഗർ ആവാൻ 3 പേരെങ്കിലും മിനിമം വേണം. 3ൽ കൂടിയ വലിയ പ്രശ്നമുള്ളവർ തോന്നുന്നില്ല, മിനിമം പക്ഷെ 3 പേരെങ്കിലും വേണം. ദി ഓൾഡർ വൺ, ദി യങ്ങർ വൺ ആൻഡ് ദി സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൂപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞതും ആ ഒരു ക്യാരക്ടർ മരിച്ചു. അതിന് കാരണമായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഇവരിലെ ഏറ്റവും മൂത്തയാളായിട്ടുള്ള ആ ഒരു ഓൾഡർ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഈ ഓൾഡർ ക്യാരക്ടറിന്റെ മരണം എന്ന് പറയുന്ന ആ ഒരു ലൂപ്പ് തീരുന്ന ആ ഒരു സമയത്തായിരിക്കും. ആ 35 വർഷം ആ ഒരു ലൂപ്പിൽ പെട്ട ആ ഒരു തീരുന്ന ആ ദിവസമാണ് ആ ഒരു വയസ്സായിട്ടുള്ള വ്യക്തി മരിക്കുക. ഈ ലൂപ്പിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന വ്യക്തിയാണ് ദി യങ്ങർ വൺ എന്ന് പറയുന്നത്. പക്ഷേ ഓൾഡർ ക്യാരക്ടർ ഇവന് കൊടുക്കുന്ന ആ ഒരു അഡ്വൈസ് കേൾക്കാത്തത് കൊണ്ട് അടുത്ത ലൂപ്പിൽ ഇവൻ തന്നെ പിന്നീട് ആ ഒരു ഓൾഡർ ക്യാരക്ടറായിട്ടും ട്രാൻസ്ഫോം ആവും. ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ലൂപ്പ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ലൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ആദ്യത്തെ ലൂപ്പായിട്ട് നമ്മൾ ഈ ഒരു പടത്തിനകത്ത് കാണുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ആ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. സോ അതിൽ ഒരാൾ സർവൈവ് ആവുന്നുണ്ട്, അതിന്റെ പേരെന്താണെന്നൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ ലൂപ്പിൽ ഇൻസ്ട്രക്ടർ ആയിട്ട് വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. സോ രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുന്നത് ആ അവസാനമില്ലാത്ത ഒരു ലേക്കാണ്. അതിൽ സ്കൂൾ ക്യാമ്പിന്റെ ഭാഗമായിട്ട് റൂബനും അതേപോലെ തന്നെ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹ്വാനും ഉണ്ടായിരുന്നു. ഇതിലെ ഓൾഡർ വൺ എന്ന് പറയുന്നത് ആ ഒരു കഴിഞ്ഞ ലൂപ്പിൽ നിന്ന് സർവൈവ് ആയ ഒരു ഇൻസ്ട്രക്ടറാണ്. ഇപ്പൊ അദ്ദേഹത്തിന് മുമ്പ് നടന്ന ഒന്നും ഓർമ്മയില്ല. ഇതിലെ യങ്ങർ വൺ എന്ന് പറയുന്നത് റൂബനാണ്. ആൻഡ് ഈ ലൂപ്പിൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഹ്വാനാണ്, ഇവന്റെ ഫ്രണ്ടാണ്. അവന് ലൂപ്പ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അങ്ങനെ ആ ഒരു റൂബനും ആ ഒരു ഇൻസ്ട്രക്ടറും 35 വർഷം ആ ഒരു ലേക്കിൽ തന്നെ പെട്ടുപോകും. ഇങ്ങനെ റൂബൻ ആ ഒരു തോണിൽ പെട്ടുപോകുന്ന സമയത്താണ് അതിലൊരു പീസ് എടുത്ത് അവന്റെ പോക്കറ്റിൽ അവൻ വെക്കുന്നത്. പിന്നീട് ഇതേ ഒരു മുളയുടെ പീസാണ് റോബർട്ട് ആ ഒരു കാറിൽ ഇരിക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ആ ഒരു ലൂപ്പും തീരാറാവുന്ന സമയത്ത് ആ ഒരു ഇൻസ്ട്രക്ടർ പറയും, എടാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ആവും, അതുകൊണ്ട് നീ ആ ഒരു റെഡ് കളർ സാധനത്തിലോട്ട് കയറരുത് എന്ന് പറയും. ഇതെങ്ങനെ ഈ ഒരു ഓൾഡർ ക്യാരക്ടർ ആ ഒരു ലൂപ്പിൽ രക്ഷപ്പെടാനുള്ള കാര്യം അറിയുന്ന എന്നൊരു കാര്യം നമ്മൾ പറയുന്നില്ല. അതൊരു പക്ഷേ അവർക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഡയറിയിലുള്ള കാര്യമായിരിക്കും, അറിയത്തില്ല. ഫോർ സം റീസൺ അവർക്കറിയാം മറ്റേ ആളോട് പറയാൻ വേണ്ടി. പക്ഷേ എല്ലാം വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ ഉള്ളിൽ അവർ മരിച്ചും പോകും. പക്ഷേ 35 കൊല്ലം അവിടെ പെട്ടുപോയവന് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് പറയുന്നൊരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ റെഡ് കളർ ട്രക്ക് കണ്ടപ്പോൾ അവനൊന്നും നോക്കിയില്ല, നേരെ അതിൽ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. വണ്ടിയിൽ കയറിയതും അവന്റെ സ്വന്തം ഐഡന്റിറ്റി ആയിട്ടുള്ള റൂബൻ അവൻ മറന്നു പോവാണ്, പിന്നീട് റോബോട്ടുമായിട്ട് മാറുന്നു. ദെൻ ഡയറി പറഞ്ഞ പ്രകാരം നമ്മുടെ ഡാനിയലിന്റെ ഫാമിലിയും കാണുന്നു. അങ്ങനെ ഫാമിലിയായിട്ട് വണ്ടി കയറി പോകുന്ന സമയത്ത് തേർഡ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഇൻഫിനിറ്റി റോഡ്, അവസാനമില്ലാത്ത ആ ഒരു റോഡ്. ബട്ട് മറ്റ് ലൂപ്പ് പോലെ അല്ലാതെ ഈ ലൂപ്പിനകത്ത് 4 പേരുണ്ടായിരുന്നു. റോബോട്ടോ, അവന്റെ വൈഫ്, പിന്നെ 2 മക്കൾ. ബട്ട് ഇതിനകത്ത് ഓൾഡർ വൺ എന്ന് പറയുന്ന റോബോട്ടോ ആണ്, കാരണം അവൻ കഴിഞ്ഞ ലൂപ്പിലുണ്ടായിരുന്നു. ഇതിനകത്ത് യങ്ങർ വൺ എന്ന് പറയുന്ന ഡാനിയലാണ്. ആൻഡ് ഇതിൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് കെമിൽറ്റെ ആണ്. സോ കെമിൽറ്റെ മരിക്കുകയാണ്. ആര് കാരണം? റോബോട്ടോ കാരണം. കാരണം ഡയറിയിലുണ്ടായിരുന്നു, നീ ഷോർട്ട് കട്ട് ഇറക്കണ്ട, നേരെ വിട്ടാൽ മതി, എന്നിട്ട് പമ്പിൽ നിർത്തുന്ന സമയത്ത് മകൾക്ക് ഒരു ജ്യൂസ് നീ വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ട് അവളുടെ ഒരു ഇൻഹേലർ നീ തന്നെ ചവിട്ടി താഴെ പൊട്ടിക്കണം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അവന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മനഃപൂർവ്വം റോബോട്ടോ ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഈ കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി അവൻ ചെയ്തു പോകും, അതാണ് സംഭവം. ജസ്റ്റ് ലൈക്ക് നമ്മുടെ മാർക്കോ ആ ഒരു കാർലോസിനെ ഷൂട്ട് ചെയ്ത പോലെ. സോ ഇതിൽ റോബോട്ടോ മൊത്തം 35 വർഷം അവൻ സ്പെൻഡ് ചെയ്തു ഈ ലൂപ്പിൽ തന്നെ. അങ്ങനെ തേർഡ് ലൂപ്പ് അവസാനിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് റോബോട്ടോ ഡാനിയലിനോട് പറയുന്നുണ്ട്, നിന്റെ പേര് നീ മറക്കും, എഴുതി വെക്കുക, നീ ഇവിടെ ഉടനെ രക്ഷപ്പെടാൻ നോക്കണ്ട, ഇതേപോലെ തന്നെ നിന്നാൽ മതി, ഏതെങ്കിലും പോലീസ് വണ്ടി കണ്ടു കഴിഞ്ഞാൽ കയറാൻ നിൽക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. ബട്ട് ഡാനിയലും പുറത്തു പോയി നോക്കുന്ന സമയത്ത് ആ ഒരു കാറ് കാണുന്നു, അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ഓപ്ഷൻ അവന്റെ മുമ്പിൽ കാണുന്നു. ആ ടെംപ്ടേഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൻ അതിനകത്ത് കയറുന്നു. കാറിൽ കയറിയതും ഡാനിയൽ എന്ന അവന്റെ സ്വന്തം ഐഡന്റിറ്റി അവൻ മറന്ന് പിന്നീട് മാർക്കുമായിട്ട് മാറുകയാണ്. അങ്ങനെ ഡയറിയിൽ പറഞ്ഞ പ്രകാരം കാർലോസിനെ ഒലിവറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ അപ്പാർട്ട്മെന്റിൽ പോകുന്ന സമയത്ത് ഫോർത്ത് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു അവസാനമില്ലാത്ത സ്റ്റെയർവേസ്. ഇതിലെ ഓൾഡർ വൺ
വൺ എന്ന് പറയുന്ന മാർക്കോ ആണ്. കാരണം അവൻ ആൾറെഡി 35 കഴിഞ്ഞ് ഇപ്പൊ അടുത്ത 35ലേക്ക് പെട്ടേക്കുക. യങ്ങർ വൺ എന്ന് പറയുന്ന ഒലിവറാണ്. ആൻഡ് ഇതിൽ സാക്രിഫൈസ് ആയിട്ടുള്ളത് കാർലോസ് ആണ്. അങ്ങനെ ലൂപ്പും പോവാണ്. 35 വർഷം കഴിയുന്നു. മാർക്കോ അപ്പോഴാണ് ഓർക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം താൻ മാർക്കോ അല്ലെന്നും ഡാനിയൽ ആണെന്നും ഈ സത്യങ്ങളെല്ലാം ഒലിവറിനോടും പറയുന്നു. എന്നിട്ട് അവനോടും നീ ആ ഒരു ലിഫ്റ്റ് കയറലടാ എന്ന് പറയും. പക്ഷെ അവൻ കേൾക്കത്തില്ല, കയറും. അങ്ങനെ ഒരു കപ്പിളും കയറുന്നു. ഇവരെല്ലാം കൂടെ ആ ഒരു ഹാൾവേയിലോട്ട് എത്തുകയാണ്. ഇവിടുന്ന് 5th ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിലെ ഓൾഡർ വൺ എന്ന് പറയുന്ന ഒലിവറാണ് അല്ലെങ്കിൽ കാൾ. ആൻഡ് യങ്ങർ വൺ എന്ന് പറയുന്ന ഒരു കല്യാണ പെണ്ണ് ബ്രൈഡ് ആണ്. സാക്രിഫൈസ് ആ ഒരു കെട്ടിയവൻ ഗ്രൂം ആണ്. ഇതിലും ആ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ആവുന്നു. 35 വർഷം പോകുന്നു. ഇവര് പെട്ടുപോവാ. ഇവിടുന്ന് സർവൈവ് ആവുന്ന ഒരു പെണ്ണ് അടുത്ത ലൂപ്പിലും പെട്ടുപോവാണ്. പക്ഷെ എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. ദെൻ സ്റ്റാർട്ട്സ് ദി 6th ലൂപ്പ്. ആ അവസാനമില്ലാത്ത ഒരു എസ്കലേറ്റർ. ഇതിലാകെ 2 പേരെ കാണിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഓൾഡർ വൺ എന്ന് പറയുന്ന ഈ ഒരു കല്യാണ പെണ്ണും യങ്ങർ വണ്ണ് അല്ലെങ്കിൽ ഇതിന് സർവൈവ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു പയ്യനുമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആ പയ്യൻ ആരാണെന്നോ എങ്ങനെ അതിൽ വന്നോ സാക്രിഫൈസ് ആരാണെന്നോ എന്നൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഹാംസ്റ്ററിനെ ആ ഒരു പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ആ സ്ത്രീ മരിക്കുന്നത്. അത് വാങ്ങി ഓടി ഇറങ്ങി വരുന്ന ഈ ഒരു പയ്യൻ എസ്കലേറ്റർ വിട്ട് ഇറങ്ങി പോകുന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. അവളുടെ കയ്യിൽ തന്നെയാണ് ആ ഒരു റെഡ് കളർ ഡയറി ഉള്ളത്. ഓക്കെ, സോ ഇതിനെ 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്നെങ്കിൽ ഇവർ ആ ഒരു ലൂപ്പിനെ ബീറ്റ് ചെയ്ത് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. 2 അടുത്ത ലൂപ്പിലോട്ടുള്ള പോക്കായിരിക്കും ഈ ചെറുക്കൻ്റെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു പടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഏകപ്പെട്ട പ്ലോട്ട് ഹോൾസ് ഉണ്ടായിരുന്നു ഈ ഒരു പടത്തിനകത്ത്. ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഹാംസ്റ്ററിന്റെ ലൈഫ് സ്പാൻ അത് ആകെ 2-3 വർഷം ജീവിക്കുള്ളൂ. അത് ഈ 35 വർഷം എങ്ങനെ സർവൈവ് ചെയ്തു? ഇനി അതും റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് എണ്ണം ഉണ്ടായി എന്ന് പറയാനാണെങ്കിലും അതിനൊരു സൂചനയെങ്കിലും പടത്തിൽ എവിടെയെങ്കിലും കാണിക്കണമായിരുന്നു. അതുമല്ല, ജീവനുള്ള ഒന്നും റെപ്ലിക്കേറ്റ് ആവുന്ന രീതിയിലും എവിടെയും കാണിച്ചിട്ടില്ല. സോ അതൊന്ന്. 2 റോബോട്ട് കാറിലിരിക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ ആ ഒരു മുള കിട്ടും. പണ്ട് നിക്കറൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ പോക്കറ്റിൽ ഇട്ട ആ ഒരു മുള ഇന്നും അവന്റെ പാന്റിൽ കിടക്കുവാണ്. ശരി വിടും, അത് ബോധപൂർവ്വം തന്നെ അവൻ അത്രയും നാളും കൊണ്ടു നടന്നു. ഇപ്പൊ നോക്കിയപ്പോൾ അവൻ ഓർമ്മയില്ലാതെ പോയതായിരിക്കാം എന്തെങ്കിലും ആട്ടെ. ഈ അവസാനം കാണിച്ച ഒരു കല്യാണ പെണ്ണിന്റെ ഐഡന്റിറ്റി എന്താ മാറാത്ത? അവൾ കഴിഞ്ഞ ലൂപ്പിൽ ഉണ്ടായിരുന്ന അതേ ഐഡന്റിറ്റി തന്നെയാണ് ഈ ലൂപ്പിലും അവർ കാണിച്ചേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഡ്രസ്സിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ. പിന്നെ 5th ലൂപ്പിലും ആ ഒരു 6th ലൂപ്പിലും വരുന്ന ആ ഒരു ഹാംസ്റ്റർ എന്തിനാണ് അവർ സൂചിപ്പിക്കുന്നത്? ആ പയ്യൻ ആ ഒരു ഹാംസ്റ്ററിനെ അവളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ ചുമ്മാ 2 പറഞ്ഞതേ ഉള്ളൂ. അത് ശരിയാവണമെന്നില്ലല്ലോ. ഈ ഹാംസ്റ്ററിന് ഈ ഒരു പടത്തിനകത്തുള്ള റെലവൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ പടത്തിൽ ഇടയ്ക്ക് കേൾക്കുന്ന ഒരു എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ്. ഈ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആരാണോ അവർ തന്നെ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അതേ ലൂപ്പിൽ തന്നെ അവർ തന്നെ മനഃപൂർവ്വം ചെന്ന് വീഴുന്നതാണ്. സോ ദേ ആൾവേസ് ഹാവ് എ ചോയ്സ് ബട്ട് ദേ ചോസ് നോട്ട് ടു. നമ്മുടെ ലൈഫിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ പറ്റത്തില്ല. ആ തൊലിഞ്ഞ ജീവിതം മതി എന്ന് പറഞ്ഞ് മൂഞ്ചി ചോയ്സ് കൊടുത്ത് നമ്മളങ്ങ് പോകും. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ തിങ്. അത് ഒരു സിനിമയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. പിന്നെ ഒരു മെറ്റഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മുടെ മൈൻഡാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ എടുത്തിരിക്കുന്ന ആ ഒരു ബാഡ് ചോയ്സസ് ഉണ്ടല്ലോ, അതൊന്നും പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിട്ട് വരത്തേയില്ല. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ പോകും. ഈ സിനിമ പറയാൻ ശ്രമിക്കുന്ന ഒരു പക്ഷേ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമിക്കാൻ പഠിക്കുക ആദ്യം നമ്മളോട് തന്നെ. നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു തെറ്റ് സംഭവിച്ചു, അത് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. സോ ഓൾവേസ് ട്രൈ ടു ലെറ്റ് ഗോ ഓഫ് യുവർ പാസ്റ്റ് മിസ്റ്റേക്ക്. അത് വീണ്ടും നിങ്ങളുടെ ഉള്ളിലിട്ട് ഇങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ കറക്കാൻ ശ്രമിക്കരുത്. കാർലോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒലിവറിനോട് പറഞ്ഞതും ഇതേ കാര്യമായിരുന്നു. Pensando en que quería llegar a la que seguía y cuando llegaba a la que seguía me daba cuenta que la de antes era mejor. Es una puta carretera larga. അപ്പോൾ ഇത്രേ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ ബൈ.